ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ അയോധ്യയിൽ താമസിക്കുന്ന കോഹിന്നൂർ പാലസിൻ്റെ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടേജ്. മുമ്പിലൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഏതോ ഒരു ആണ്, എനിക്കറിഞ്ഞുകൊണ്ട്. നമ്മുടെ റൂം നമ്പർ കണ്ടോ, 111 ആണ് എൻ്റെ റൂം നമ്പർ. അപ്പോൾ ഞാൻ റൂമിൻ്റെ അവിടെ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണേ. നല്ല വ്യൂ ആണിത്. ഇതാ കണ്ട, അങ്ങോട്ട് കോറിഡോറ് കണ്ട. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള്. ഇതൊരു നല്ല പ്ലേസായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. ഇത് കൊട്ടാരമാണ് കേട്ടോ. ഇത് കണ്ട, ഇതിൻ്റെ 4 ചുറ്റും ഇങ്ങനെ കോറിഡോറുണ്ട്. അപ്പോൾ ഈ ഓരോ പില്ലറുണ്ടല്ലോ, പില്ലറിലെല്ലാം ഇവരിങ്ങനെ റെഡ് ആൻഡ് ബ്രൗൺ കാവി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. ഇതൊക്കെ ഓരോ റൂമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ റൗണ്ടായിട്ടൊന്ന് എടുക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് കണ്ടില്ലേ, ഇതാണ് ഈ ഡൈനിങ് ഹാളിൻ്റെ വ്യൂ. അപ്പോൾ ആദ്യം ഈ കോറിഡോറിൻ്റെ എല്ലാ ഭാഗവും എടുക്കാം. ഇത് കണ്ട, ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ എല്ലായിടത്തും ഓരോ റൂമിൻ്റെ മുകളിൽ ഓരോ പടങ്ങൾ എല്ലാ റൂമിലും വെച്ചിട്ടില്ല, പക്ഷേ ഈ റൂമിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഈ റൂം നമ്പർ കാണുന്നില്ല. അപ്പോൾ ഇത് റൂം അല്ല, ഇത് റൂം അല്ലെന്നാണ് തോന്നുന്നത്. അപ്പുറത്താണ് 102 എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ കുതിര. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. ഒരെണ്ണം വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. നമുക്ക് ഈ കോറിഡോറിൻ്റെ ഈ സൈഡിൽ കൂടെ ഇവിടെയൊക്കെ ചെടി വെച്ചിട്ടുണ്ട്. ഈ പാമ്പൊക്കെ നമ്മളുടെ അവിടെ ഇഷ്ടം പോലെയുള്ളതാണ്. ഇവിടെ ഇത് ഇഷ്ടം പോലെയുണ്ട്. ഇത് കംപ്ലീറ്റ് ഇവിടെ ഇതാണ് വെച്ചിരിക്കുന്നത്, ടൈപ്പ് പാമ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോറിഡോറിൻ്റെ അങ്ങ് അറ്റത്ത് ഞാൻ നേരത്തെ രാത്രിയിൽ നോക്കിയായിരുന്നു. അവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലേക്ക് കയറി പോകാനായിട്ട്. ഇപ്പം കണ്ടോ തന്നെ കാണിച്ചിരുന്നത്. ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലേക്ക് കയറി പോകാനായിട്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റിലും ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ഇത് റൂം നമ്പർ 105 ആണ്. നമ്മൾ വീണ്ടും കോറിഡോറിൻ്റെ ഈ സൈഡിലോട്ട് വന്നു. ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പം ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കണ്ടോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു വരുമ്പം ഇവിടെ ഒരു റൂമുണ്ട് 107. പിന്നെ ഇവിടെയാണ് ഇവരുടെ കിച്ചൺ കണ്ടോ. കിച്ചണകമൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ഓപ്പോസിറ്റ് ആയിട്ട്. ഇതാണ് അവരുടെ കിച്ചണിനകത്ത് ഡു നോട്ട് എൻ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെയർ കേസ്. ഇത് പിന്നെ നമ്മൾ കോറിഡോറിൻ്റെ അങ്ങോട്ട് എൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാൻ 111 താമസിക്കുന്ന. എൻ്റെ ഫ്രണ്ടും ഫാമിലിയും താമസിക്കുന്നത് ഇത് കാണിച്ചു തരാം. 110 അവരിതുവരെ ഉറക്കം എണീറ്റിട്ടില്ല. ഞാനവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. കണ്ടോ, മണി ഇപ്പോൾ 7:30 ആകാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് 7:30 to 10:30 ആണ്. ഞാൻ അതുകൊണ്ടല്ല, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ ഡൈനിങ് ഹാളൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പോൾ ലാസ്റ്റ് ഡേ അല്ലേ, ഇനി നമുക്കങ്ങ് പോകണമല്ലോ. അപ്പോൾ കണ്ടാതെ ഇങ്ങനെ ഇവിടെ ഇതാണ് സെറ്റപ്പ്. ഇവിടെ നല്ല ഇതൊരു അകത്തളമായിരുന്നു എന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കൊട്ടാരമായിരുന്നു. അപ്പം മഴ പെയ്താൽ വെള്ളമൊക്കെ വീഴും. ഞാൻ മോൾ ഭാഗം കാണിച്ചില്ല. അവരതൊക്കെ ഒരുമാതിരി ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ കവർ ചെയ്താലും വെള്ളം വീഴില്ല. ഇത് ഗ്ലാസ്സാണ് കവർ ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൂടയ്ക്കകത്ത് ഓരോ ബൾബ്. അതിവിടുത്തെ പ്രത്യേകതയാണ് കേട്ടോ. കാരണം നമ്മൾ വരുമ്പം മരത്തിലെല്ലാം ഇതുപോലെ കൂടയിൽ ബൾബ് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട, ഈ ഒരു ലെയറിൽ ഇവർ 4 ടേബിളാണ് ഇട്ടിരിക്കുന്നത്. 4 ചെയർ വീതമാണ് ആ ടേബിൾ. അത് ഞാനിങ്ങനെ നേരെ വരുമ്പോഴാണ്. പിന്നെ നമ്മൾ ഇങ്ങറ്റത്ത് വന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെയറേ ഉള്ളൂ. എല്ലാത്തിലും അവർ ഓരോ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്. പക്ഷേ മറ്റേ ഫേമസ് ബോട്ടിലാണ് എല്ലാവരും യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വില കൂടിയൊരു ബോട്ടിലാണ്. കണ്ട, ഇങ്ങനെ ഇതാക്കുന്ന ബോട്ടിലാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 2 ടേബിള്. പിന്നെ നടുക്കായിട്ട് വലിയ VIP പോലെ ഒരെണ്ണം, ഭയങ്കര എന്താ പറയുന്നത്, നല്ല ഒരു ടേബിൾ കോട്ടും 4 ചെയറിനും വലിയ നമ്മളുടെ അവിടുത്തെ ഹോട്ടലിലൊക്കെ പോലത്തെ കവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിൾ. ഇന്നലെ ഞങ്ങൾ ഇതിലിരുന്നാണ് നമ്മൾ
ഡിന്നർ കഴിച്ചത്. പിന്നെ ഇവിടെ ഒരു ടേബിള്, പിന്നെ ഇവിടെ ഒരു ടേബിൾ, ഇത്രയും ടേബിളേ ഉള്ളൂ. പിന്നെ ഒരു ഇതിൻ്റെ ബൊഫയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബൊഫയ്ക്ക് അറേഞ്ച് ചെയ്യുക. അതിന് മുമ്പ് ഞാനൊരു മരം കാണിക്കാം. ഈ മരമില്ലേ, പനയാണ്. പന എനിക്ക് തോന്നുന്നു ഇടിവെട്ടി പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. മോൾ ഭാഗം ഇല്ല. അപ്പോൾ അവരതവിടെ റീറ്റെയിൻ ചെയ്തു. ഇതൊക്കെ കൊട്ടാരമായിരുന്നപ്പം അവിടെയുള്ള സജ്ജീകരണങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ വന്ന് ബൊഫെ നോക്കാം. ബൊഫെ അവർ അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. 7:30 7:30 ആകാൻ പോകുന്നു. നമുക്ക് ഇനി അറ്റത്തുനിന്ന് നോക്കാം. കണ്ട അവരിവിടെ ഫ്രൂട്ട്സാണ് വെച്ചിരിക്കുന്നത്. പ്ലേറ്റ്സ് എല്ലാം ഇനി അറ്റത്താണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ട പിന്നെ ഫ്രൂട്ട്സ് ഇതിലിപ്പം പപ്പയ്ക്കയും വാട്ടർ മെലനുമാണ് അവർ ഇട്ടിരിക്കുന്നത്. പപ്പയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേണമെങ്കിൽ ഒരു പീസ് കഴിക്കട്ടെ. ഇങ്ങനെ വായിലോട്ടിടാം, അല്ല കയ്യിലെടുക്കണം. അപ്പം വേണ്ട, വായിലോട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ട്. പിന്നെ കപ്പ് സോസറും ഇത് മറ്റേ എൻ്റെ മോൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇത് എന്താണ് അതിൻ്റെ പേര് പറഞ്ഞത്? നമ്മൾ പാലിലൊക്കെ ഇട്ട് കഴിക്കുന്ന രണ്ടും അത് തന്നെ അവൻ്റെ ഫേവറേറ്റ്. പിന്നെ ഇവിടെ ജ്യൂസും ഉണ്ട്, വാട്ടർ മെലൺ ജ്യൂസ്. പിന്നെ ഗ്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ ഡിഷ് സേമിയ ഉപ്പുമാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് തുറന്ന് നോക്കാം. ഒന്നും ആയില്ല, വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. കപ്പ് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ എല്ലാം ഒന്നും ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ. അവർ ഇതൊക്കെ ആക്കുന്നതേ ഉള്ളൂ. 7:30 എന്ന് പറഞ്ഞെങ്കിലും ഇത് നമുക്ക് സബുദാന വട, ഇത് നല്ലതാണ് കേട്ടോ. ഈ വട ഞാൻ ഇന്നലെ തിന്ന് നോക്കിയായിരുന്നു. നമ്മൾ മറ്റേ മസാല നമ്മൾ വാങ്ങിക്കില്ലേ കടയിൽ നിന്ന്, മസാല വട അതുപോലത്തെ. പനീർ പറാത്തയാണ് ഇപ്പുറത്തൊക്കെ. ഇവിടെ ഉണ്ട്, അതൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ക്യാരറ്റ് ഇഡ്ഡലി. അതിലും ഒന്നും വന്നില്ല കേട്ടോ. എല്ലാം വരാൻ പോണേ ഉള്ളൂ. ഇഡ്ഡലിയുടെ ചമ്മന്തി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാറിൻ്റെയാണ്. സാമ്പാർ വന്നിട്ടില്ല. അതിലൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ബേക്ക്ഡ് ബീൻസ്, അതും വന്നിട്ടില്ല. എല്ലാം അതിൽ കിടന്ന് ബേക്കാകുന്നേ ഉള്ളൂ. തീയൊക്കെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് സാട്ടൂട്ട് വെജിറ്റബിൾ, അതൊക്കെ എല്ലാം ഇങ്ങനെ ബേക്കിങ്ങിലാണ്. ഇത് അടിയിൽ കൂടെ ഇതുണ്ടല്ലോ, അങ്ങനെ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർസലി പൊട്ടറ്റോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതും കണ്ടോ, അതെല്ലാം ഇപ്പോൾ ബേക്കായി വരേ ഉള്ളൂ. ഇത് റൈസ് കീർ, അതും ബേക്കായി വരും. ഓരോ സാധനങ്ങൾ കൊണ്ടിങ്ങനെ വെക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം പതുക്കെ വരുള്ളൂ. ഇവിടെ തന്നെ കോഫി എടുക്കാം, ടീയും എടുക്കാം. അതിനുള്ള കപ്പെല്ലാം ഉണ്ട്. പിന്നെ ബ്രെഡുണ്ട്. അത് നമുക്ക് മറ്റേ എനിക്ക് തോന്നുന്നത് ഇത് ഗോതമ്പ് ബ്രെഡും മറ്റേത് സാധാരണ ബ്രെഡുമാണ്. ഇതിൽ നമുക്ക് അവർ പഞ്ചസാര കോഫിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർ അവർ ബ്രെഡിൽ പുരട്ടാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ്ടേ, ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പ്. കണ്ടോ, നല്ല രസമല്ലേ? അപ്പോൾ ഇവിടെ ആകെ മൊത്തം എത്ര ചെയറാണുള്ളത്? 4, 2, 6, 7, 8, 9 ഇതുപോലത്തെ 9 ടേബിളും ഈ ഒരു 10 ആണുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായില്ലേ? നമ്മുടെ പയ്യൻ പോയി തൻ്റെ കൊണ്ടൊക്കെ ഓരോന്ന് വെച്ച് അവനെന്തോ തിന്നുകയും ചെയ്യുന്നുണ്ട് എന്നെപ്പോലെ. അങ്ങനെയാണ് അവർ ക്യാൻറ്റീനിൽ നിന്ന് അകത്തുനിന്ന് അല്ല കിച്ചൻ്റെ അകത്തുനിന്ന് കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഹോട്ടൽ കാണിച്ചു, ഹോട്ടലിൻ്റെ ഡൈനിങ് ഹാൾ കാണിച്ചു. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.